എന്തായാലും ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. മൻമോഹൻ ബംഗ്ലാവിലേക്ക് ആര്? ഈ മന്ത്രിമാരുടെ ഔദ്യോഗിക വസതി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ലിസ്റ്റ് വരുമ്പോൾ മൻമോഹൻ ബംഗ്ലാവിലേക്ക് എത്തുന്നത് യാതൊരു പേടിയും കൂടാതെ നടന്നു കയറാൻ പോകുന്നത് യുവമുഖമായ OJ ജനീഷ് കുമാറാണ്. കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയാകാൻ പോകുന്ന OJ ജനീഷ് കുമാറാണ് മൻമോഹൻ ബംഗ്ലാവിലേക്ക് വരാൻ പോകുന്നത്. മന്ത്രിമാർക്ക് ഏതായാലും ഔദ്യോഗിക വസതിയായിരിക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ പമ്പയാണ്, സണ്ണി ജോസഫിന് അശോകയാണ്, K മുരളീധരന് സാനഡു ആണ്, AP അനിൽകുമാറിന് കാവേരി, PC വിശ്വനാഥിന് നില, ഞാൻ പറഞ്ഞതുപോലെ OJ ജനീഷാണ് മൻമോഹൻ ബംഗ്ലാവിലേക്ക് വരുന്നത്. അങ്ങനെ പട്ടിക നീളുകയാണ്. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ഈ മൻമോഹൻ ബംഗ്ലാവിന്റെ കഥ നമ്മൾ കേൾക്കുകയായിരുന്നു. സജി ചെറിയാൻ രാജിവെക്കണമെന്ന മുറവിളി ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം രാജിവെക്കാതെ രക്ഷപ്പെട്ടിരുന്നു. മൻമോഹൻ ബംഗ്ലാവിൽ അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ OJ ജനീഷ് ധൈര്യത്തോടെ മൻമോഹൻ ബംഗ്ലാവ് ചൂസ് ചെയ്തിരിക്കുകയാണ്. മറ്റു മുതിർന്ന മന്ത്രിമാർക്കൊക്കെ ഏതൊക്കെ വീടുകളാണ് അനുവദിച്ചിരിക്കുന്നത്? വിനിത, എല്ലാവർക്കും വിശ്വാസങ്ങളുണ്ടാവും. സ്വാഭാവികമായിട്ടും ഈ വിശ്വാസങ്ങൾ നേരത്തെയുള്ള പല അനുഭവങ്ങളൊക്കെ അത് ഈ വിശ്വാസങ്ങളുമായി ചേർത്ത് വെച്ചാകാം ഒരുപക്ഷെ മൻമോഹൻ ബംഗ്ലാവും 13-ാം നമ്പർ കാറും ഒക്കെ ഉപേക്ഷിക്കുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മന്ത്രിയായ OJ ജനീഷ് കുമാർ മൻമോഹൻ ബംഗ്ലാവിലേക്കാണ് പെട്ടിയും എടുത്ത് പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ പട്ടിക പുറത്തു വരുമ്പോൾ അതിൽ രമേശ് ചെന്നിത്തല പമ്പയിലാണ്. നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു പമ്പയിൽ ഉണ്ടായിരുന്നത്. അശോകയിലാണ് സണ്ണി ജോസഫ്, സാനഡുവിൽ K മുരളീധരൻ, ഒപ്പം കാവേരിയിൽ AP അനിൽകുമാർ വരുന്നു, PC വിശ്വനാഥ് നിളയിലാണ്, അജന്തയിൽ M ലജു, ഒപ്പം റോജിയം ജോൺ ഗ്രേസിലാണ്, ഗംഗയിൽ സിദ്ദിഖ്, പ്രശാന്തിൽ തുളസിയുണ്ട്, ബിന്ദു കൃഷ്ണ തൈക്കാട് ഹൗസിലാണ്. തൈക്കാട് ഹൗസ് നമ്മുടെ റിപ്പോർട്ടർ TVയുടെ ഓഫീസിന്റെ തൊട്ടടുത്താണ്. അപ്പം അതേപോലെ തന്നെ നെസ്റ്റിൽ വരുന്നത് N ഷംസുദ്ദീൻ, ഷാജി പൗർണമിയിലാണ്, ക്യാമ്പ് ഷാജി, PK ബഷീർ ഉഷസിൽ വരുന്നു, കവടിയാർ ഹൗസിൽ വരുന്നത് V അബ്ദുൾ ഗഫൂറാണ്, വെള്ളയമ്പലത്ത്, പെരിയാറിൽ മോൻസ് ജോസഫ് വരുന്നു. അങ്ങനെ അതിൽ റോസ് ഹൗസ് വഴുതക്കാട് വരുന്നത് നമ്മുടെ CP ജോണാണ്. CP ജോണിൻ്റെ വീടും ഔദ്യോഗിക വസതിയും തമ്മിൽ ഏതാണ്ട് 100-150 മീറ്റർ അകലെ ആണ്. അത് ഒരു പ്രത്യേകതയാണ്. CP ജോണിൻ്റെ അയൽവാസിയായി വരുന്നത് K മുരളീധരനാണ്, സാനഡു ആണ് CP ജോണിൻ്റെ റോസ് ഹൗസിൻ്റെ തൊട്ടപ്പുറത്ത്. കഴിഞ്ഞ